കഴിഞ്ഞ 30 വർഷങ്ങളായി മലയാളത്തിൽ അനിഷേധ്യരായി തുടരുന്ന താരരാജാക്കന്മാരാണ് നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും. അവർക്കു ശേഷം പല സൂപ്പർ താരങ്ങളും യുവതാരങ്ങളും ഇന്നത്തെ ന്യൂ ജനറേഷൻ താരങ്ങൾ ഉയർന്നു വന്നെങ്കിലും ഇവരുടെ താരസിംഹാസനങ്ങൾക്ക് ഒരു വെല്ലുവിളി ഉയർത്താൻ ഇന്നുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതിനു കാരണം താരാധിപത്യത്തിൽ നിൽക്കുമ്പോഴും മികച്ച നടന്മാരായി കൂടി മുന്നേറാൻ ഇവർക്ക് കഴിയുന്നതുകൊണ്ടാണ്. ഒരേ സമയം താരങ്ങളായും നടന്മാരായും ഒരുപോലെ നിൽക്കുന്ന സൂപ്പർ താരങ്ങൾ മറ്റു ഭാഷകളിൽ ഇല്ലെന്നു തന്നെ പറയാം. പക്ഷേ അതുപോലെ തന്നെ മറ്റു സൂപ്പർ താരങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയാത്ത ഒരു പ്രത്യേകത കൂടി ഇവർക്കുണ്ട്. ഏറ്റവും കൂടുതൽ ചിത്രത്തിൽ ഒന്നിച്ചഭിനയിച്ച സൂപ്പർ താരങ്ങളാണ് ഇവർ. ഒരുപക്ഷെ ഇനി ഒരിക്കലും ഉണ്ടാകാൻ ഇടയില്ലാത്ത ഒരു റെക്കോർഡ്. തങ്ങളുടെ കരിയറിന്റെ ആദ്യ പകുതിയിൽ ഇരട്ട നായകന്മാരായി തിളങ്ങിയ കാലത്തായിരുന്നു ഈ ചിത്രങ്ങൾ ഏറെയും. മലയാളത്തിലെ ആദ്യ 70mm ചിത്രമായ പടയോട്ടത്തിലാണ് ഇവർ ആദ്യമായി ഒന്നിക്കുന്നത്. അതിൽ ലാലേട്ടന്റെ അച്ഛനായിട്ടാണ് മമ്മൂക്ക അഭിനയിച്ചത്. അവിടുന്ന് അങ്ങോട്ട് നായകനായും പ്രതിനായകനായും ജ്യേഷ്ഠാനുജന്മാരായും സുഹൃത്തുക്കളായും ഇടയ്ക്ക് പരസ്പരം അതിഥി വേഷങ്ങളിൽ വന്നതുമായും 50ഓളം ചിത്രങ്ങളിൽ ഇരുവരും ഒന്നിച്ചിട്ടുണ്ട്. പടയോട്ടം, ഊതിക്കാച്ചിയ പൊന്ന്, അഹിംസ, സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം, എന്തിനോ പൂക്കുന്ന പൂക്കൾ, ആ ദിവസം, വിസ, ശേഷം കാഴ്ചയിൽ, സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ്, പിൻനിലാവ്, ഒരു മുഖം പല മുഖം, നാണയം, ഇനിയെങ്കിലും, ഹിമവാഹിനി, ഗുരുദക്ഷിണ, എൻ്റെ കഥ, ചങ്ങാത്തം, ചക്രവാളം ചുവന്നപ്പോൾ, അസ്ത്രം, വേട്ട, പാവം പൂർണിമ, ഒന്നാണ് നമ്മൾ, ലക്ഷ്മണരേഖ, ഇതാ ഇന്നു മുതൽ, അതിരാത്രം, അറിയാത്ത വീതികൾ, അടിയൊഴുക്കുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ, പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ, അവിടത്തെ പോലെ ഇവിടെയും, അനുബന്ധം, അങ്ങാടിക്കപ്പുറത്ത്, ഇടനിലങ്ങൾ, കരിമ്പിൻ പൂവിനക്കരെ, കണ്ടു കണ്ടറിഞ്ഞു, വാർത്ത, കരിയിലക്കാറ്റ് പോലെ, നേരം പുലരുമ്പോൾ, പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്, കാവേരി, ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, ഗീതം, പടയണി, അടിമകൾ ഉടമകൾ, മനു അങ്കിൾ, നമ്പർ 20 മെഡ്രാസ് മെയിൽ, ഹരികൃഷ്ണൻസ്, നരസിംഹം, 2020, കടൽ കടന്നൊരു മാത്തുക്കുട്ടി. അപ്പൊ പോട്ടെ മോനെ ദിനേശ്. നോ ദിനേശ്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം മൂവി സെൻട്രൽ.